സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ വരെ ചട്ടവിരുദ്ധ നിയമനം നടക്കുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും നേതാക്കന്മാരുടെ തമ്മിൽ തല്ലുമൊക്കെ തകൃതിയായി നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനം ഇപ്പോൾ വിവാദമാകുന്നത്. നിയമനത്തിൽ ഇപ്പോൾ അക്കൗണ്ട് ജനറൽ വിശദീകരണം തേടിയിരിക്കുകയാണ്. വിരമിച്ച ഉദ്യോഗസ്ഥന് അതേ തസ്തികയിൽ തന്നെ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് പുനർനിയമനം നടത്തിയിരിക്കുന്നത്. ഭരിക്കുന്നയാൾക്ക് നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും ബാധകമല്ല എന്നതിന്റെ തെളിവായിരിക്കാം ഇത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിരമിച്ച CG സുരേഷ് കുമാറിന് അതേ തസ്തികയിൽ വീണ്ടും നിയമനം നൽകിയിരിക്കുകയാണ്. പുനർനിയമന വ്യവസ്ഥ ലംഘിച്ചാണ് ഈ നിയമനം നടന്നത്. കോടതി ഉത്തരവും ചട്ടവും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അക്കൗണ്ട് ജനറൽ വിശദമാക്കിയിട്ടുമുണ്ട്. പുനർനിയമനം നൽകണമെങ്കിൽ പുതിയ തസ്തിക സൃഷ്ടിക്കണമെന്നതാണ് ചട്ടം. എന്നാൽ ഈ ചട്ടം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെയൊരു നിയമനം നടത്താൻ കോടതി വിധിയും ചട്ടങ്ങളും ഒന്നും തന്നെ അനുവദിക്കുന്നുമില്ല. മാത്രമല്ല, ഇങ്ങനെയൊരു നിയമനത്തെ ധനവകുപ്പ് എതിർത്തിരുന്നതാണ്. പ്രധാനമായും ധനവകുപ്പ് മന്ത്രി ഈ നിയമനം പാടില്ല എന്ന് ഫയലിൽ എഴുതിയിട്ട് പോലും ഇങ്ങനെയൊരു നിയമനം നടന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് ഒരു നിയമനം നടത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിശദീകരണം നൽകണമെന്നാണ് AG ഇപ്പോൾ പൊതുഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഒരു സ്ഥാനക്കയറ്റ തസ്തികയാണ് ഈ പുനർനിയമനം നടത്തിയതിലൂടെ നഷ്ടമായിരിക്കുന്നത്. ഇടതുപക്ഷ സംഘടനകൾ ഉൾപ്പെടെ ഈ നിയമനത്തെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ AG കത്ത് നൽകിയതിനു ശേഷം ഇത് വിവാദമായതോടെ ഈ പുനർനിയമനം നീട്ടി നൽകാൻ വീണ്ടും ഒരു തീരുമാനമെടുത്തിരുന്നു. ആ സമയത്താണ് ഇത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതേസമയം പുനർനിയമനം നൽകുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വാങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ ധനവകുപ്പിന്റെ ശുപാർശ അംഗീകരിക്കപ്പെടേണ്ടതുമുണ്ട്. അതിനുശേഷമാണ് പുനർനിയമനം നൽകേണ്ടത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള യാതൊരുവിധ വ്യവസ്ഥകളും പാലിക്കപ്പെടാതെയാണ് നിയമനം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, വിരമിച്ച ഉദ്യോഗസ്ഥരെ എടുക്കാൻ പാടുള്ളതല്ല. മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറിയാണ് CG സുരേഷ് കുമാർ. സെക്രട്ടേറിയറ്റിലെ കേഡർ പോസ്റ്റിൽ ഇരുന്നാണ് അദ്ദേഹം 1 വർഷം മുൻപ് വിരമിക്കുന്നത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വിരമിച്ചാൽ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. അതേ തസ്തികയിലേക്ക് ഒരു പുനർനിയമനം ചട്ടം അനുവദിക്കുന്നില്ല. വിരമിച്ചതിന് ശേഷം പുതിയൊരു നിയമനം നടത്തണമെങ്കിൽ പുനർനിയമനത്തിന് പ്രത്യേക ചട്ടങ്ങളുണ്ട്. അതായത് പ്രത്യേക ഒരു തസ്തിക രൂപീകരിച്ചതിന് ശേഷം ധനവകുപ്പിന്റെയും AGയുടെയും അനുമതി വാങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ പ്രത്യേക ഒരു തസ്തികയിലേക്ക് നിയമിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ സുരേഷ് കുമാർ വിരമിച്ചാൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അതേ തസ്തികയിലേക്ക് തന്നെ വീണ്ടും ആ ഉദ്യോഗസ്ഥന് നിയമനം നൽകിയത്. ഈ ഒരു സംഭവത്തെ ധനമന്ത്രി ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവന്ന് പുനർനിയമനം നൽകിയത്. ഇത് എന്തിനു വേണ്ടിയാണ് എന്നാണ് AG ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം സുപ്രീം കോടതിയുടെ ഉത്തരവുകളുടെ ലംഘനമാണിതെന്നും സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുമാണ്. അതേസമയം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രിയാണ്. വിരമിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ സ്റ്റാഫിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇതൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിബന്ധനകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിനു മുൻപ് സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നവരെ പോലും പല മന്ത്രി ഓഫീസുകളിൽ നിന്നും ഒഴിവാക്കി. പക്ഷേ തുടക്കം മുതലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രം ഈ മാനദണ്ഡങ്ങൾ ഒന്നും ബാധകമായിരുന്നില്ല. അതിനിടയിലാണ് വിരമിച്ച ജോയിന്റ് സെക്രട്ടറിക്ക് ചട്ടങ്ങൾ ലംഘിച്ച് പുനർനിയമനം നൽകിയത്. സുപ്രീം കോടതി വിധിയും സർക്കാരിന്റെ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു നിയമനം നടത്തിയത്? പുനർനിയമനത്തെ ഉദ്യോഗസ്ഥ സംഘടനകൾ അടക്കം എതിർത്തിരുന്നു. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ആരുടെയും അഭിപ്രായത്തെ മാനിക്കാതെ എന്തിനു വേണ്ടി ഇത് ചെയ്തുവെന്ന് ഭരണപക്ഷം മറുപടി പറയണം.